സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 2 പേർ മരിച്ചു. തിരുവനന്തപുരം മരിയനാട് വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിയനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത്. കരയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ശക്തമായ തിരയിൽ വെള്ളം മറിയുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇടുക്കിയിൽ പുഴയിൽ വീണ് യുവാവ് മരിച്ചു. മാങ്കുളം താളുംകണ്ടം കുടി സ്വദേശി സനീഷാണ് മരിച്ചത്. പലയിടത്തും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. എറണാകുളം പള്ളിക്കരയിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 2 മുറികൾ പൂർണ്ണമായും തകർന്നു. മുട്ടംതോടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. കിടപ്പുമുറിയിലെ അലമാരകൾ, കട്ടിൽ തുടങ്ങിയവയും നശിച്ചു. ആലപ്പുഴ ജില്ലയിലെ എടത്വ, തലവടി ഉൾപ്പെടെ പമ്പയാറിന്റെ താഴ്ന്ന തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി. അപ്പർ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ തമിഴ്നാട് നിന്നുള്ള NDRF സംഘമെത്തി. വയനാട് കൽപ്പറ്റ ബൈപ്പാസിന് മുകളിലെ മലയിൽ ഉരുൾപൊട്ടിയതായാണ് സംശയം. ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകി. റോഡ് പൂർവ്വ സ്ഥിതിയിലാക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. കാസർകോട് കരിന്തളം ചീമേനി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായി. കനത്ത മഴയും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് പലയിടത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് DTPCയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. കോട്ടയം ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ, കല്ല്, മാർമാല, അരുവി എന്നിവിടങ്ങളിലും വിലക്കുണ്ട്. കാസർകോട് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അരുൺ, ഏറ്റവും പുതിയൊരു വിശദാംശം ജില്ലയിൽ വരുന്നത് മരിയനാട് വള്ളം മറിഞ്ഞൊരു മത്സ്യത്തൊഴിലാളി മരിച്ചു എന്നതാണ്. മത്സ്യത്തൊഴിലാളികൾക്കടക്കം കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു, കടലിലേക്ക് പോകരുത്, ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത്, ഈ ജാഗ്രതാ നിർദ്ദേശം മുൻനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും? മരിയനാട് ആണ് അപകടമുണ്ടായത്. രാവിലെ 6 മണിക്കാണ് ഈ മരിച്ച അലോഷ്യസ് ഉൾപ്പെടെ 6 പേർ വള്ളത്തിൽ പുറപ്പെട്ടത്, മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. കരയിൽ നിന്ന് അധികം ദൂരെ എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തമായ തിരയിൽ വെള്ളം മറിയുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ നീന്തിക്കയറി. പിന്നീട് അലോഷ്യസിനെ രക്ഷപ്പെടുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. രാജു, ബിജു, ജോ, ജാൻബി, പ്ലാസ് തുടങ്ങിയ 6 പേരാണ് വള്ളത്തിൽ ഉണ്ടായത്. ഏതായാലും ഒരു ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്, കാറ്റ് മുന്നറിയിപ്പുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ കടൽ പ്രക്ഷുബ്ധവുമാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ സ്വാഭാവികമായും ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചവർക്ക് മത്സ്യബന്ധനത്തിന് പോകേണ്ട സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയൊരു ശക്തമായ തിരയിലും കാറ്റും വിട്ടാണ് വള്ളം മറിഞ്ഞത്. അരുൺ, ഒരു കാര്യം കൂടി, പ്രത്യേകിച്ചും എന്താണ് ജില്ലയിലെ മഴയുടെ ഒരു സാഹചര്യം നിലവിൽ? ജില്ലയിൽ ഇപ്പോൾ അത്ര ശക്തമായ മഴയില്ല. പക്ഷെ രാത്രി മുതൽ തന്നെ മഴ ഉണ്ട്. ഇന്നലെ വൈകിട്ടുമൊക്കെ മഴയുണ്ട്. ഇന്നലെ വൈകിട്ട് ഒരു അപകടം തലസ്ഥാനത്ത് നടന്നിരുന്നു. അത് മഴയിലെ ആറാങ്കല്ലിലാണ്. മരം ഒടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചു. കൂടെയുള്ള ആളിനും ഗുരുതരമായ പരിക്കേറ്റു. കാറ് പൂർണ്ണമായും തകർന്നു. അത്തരത്തിൽ ശക്തമായ കാറ്റും മഴയും ഇടയ്ക്കിടയ്ക്കുണ്ട്. പക്ഷെ എന്നാൽ മറ്റ് ജില്ലകൾ പോലെ, വടക്കൻ മേഖല ജില്ലകൾ പോലെ അത്ര ശക്തമായ മഴ തലസ്ഥാനത്ത് ഇപ്പോഴില്ല. ശരി, അതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും വടക്കൻ മേഖലകൾ പോലെ വലിയ അതിശക്തമായ മഴ നിലവിൽ തിരുവനന്തപുരത്തില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.